നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചതിൽ മൃതദേഹം ഏറ്റെടുക്കാതെ പ്രതിഷേധം തുടർന്ന് ബന്ധുക്കൾ. അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ റാം നാരായണന്റെ ബന്ധുക്കൾ പ്രതിഷേധം തുടരുന്നത്. സൂരജ് സജിയുടെ വിശദാംശങ്ങളുമായി. സൂരജ്, 10 ലക്ഷം രൂപ കുറയില്ല, അതിൽ കുറയാത്തൊരു ധനസഹായം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ രേഖാമൂലം വേണം ഒരു ഉറപ്പ് എന്ന ആവശ്യം, അത് അത്ര പെട്ടെന്ന് നടക്കുന്നതാണോ? ഗോകുൽ, ഈ കുടുംബം ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുന്നത് രേഖാമൂലം ഇതിൽ ഉറപ്പ് വേണം, ഇത് പ്രഖ്യാപിക്കണം, അതായത് ജില്ലാ കളക്ടർ ഔദ്യോഗികമായി തന്നെ ഇത് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ പറയുന്നത് ഇത് തന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല, അതുകൊണ്ട് തന്നെ തനിക്ക് ഈ ധനസഹായം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നറിയിച്ചതോടുകൂടിയാണ് ഈ കുടുംബം ഇപ്പോഴും ഈ പ്രതിഷേധം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ RDOയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രാഥമിക ചർച്ചകൾ നടത്തിയതെങ്കിൽ ഇപ്പോൾ തൃശൂർ സബ് കളക്ടർ തന്നെ നേരിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ട ചർച്ചയിൽ ഈ SC/ST വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമത്താനും ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഭാഗമായുള്ള വകുപ്പുകൾ ചുമത്താനും തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ കേസ് അന്വേഷിപ്പിക്കുമെന്ന അടക്കമുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു. ഇത് കുടുംബം അംഗീകരിക്കുകയും ചെയ്തു. ധനസഹായം സംബന്ധിച്ചുള്ള നിർദ്ദേശവും ആ സമയത്ത് പറഞ്ഞിരുന്നത് 10 ലക്ഷത്തിൽ കുറയാത്ത തുക കൈമാറും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഒരു വാർത്താക്കുറിപ്പായി പുറത്തിറക്കാം എന്ന് RDO ഉറപ്പ് നൽകുകയും ചെയ്തു. ഇത് വിശ്വസിച്ച് ഈ മൃതദേഹം ഏറ്റുവാങ്ങാം എന്ന് കരുതി കുടുംബം ഇരിക്കുന്നതിനിടയിലാണ് ഈ ധനസഹായം സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് ഇറക്കാൻ കഴിയില്ല എന്ന കാര്യം ജില്ലാ ഭരണകൂടം ഇവരെ അറിയിക്കുന്നത്. ഇതോടുകൂടി വീണ്ടും പ്രതിഷേധം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോഴും കുടുംബം ഈ മോർച്ചറിക്ക് മുന്നിൽ, തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും തൃശൂർ സബ് കളക്ടർ അടക്കം എത്തിയും ഇവരെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഗൂഗിൾ. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. കാലത്തെ അതിജീവിക്കുന്ന ചിരിയും ചിന്തയും ബാക്കിയാക്കി ശ്രീനിവാസൻ ഓർമ്മയിലേക്ക് മറഞ്ഞു. എറണാകുളം കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. സാംസ്കാരിക മേഖലയെ സമ്പന്നമാക്കിയ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരോടെ കലാകേരളം വിട നൽകി. സിനിമയിലും ജീവിതത്തിലും ചിന്തയുടെയും നർമ്മത്തിന്റെയും മറ്റൊരു ഭൂഗോളം തീർത്ത പ്രതിഭ ഇനി നിത്യമായ ഓർമ്മ. വൻ ജനാവലിയെ സാക്ഷിയാക്കി ഓർമ്മകളുടെ ലോകത്തേക്ക് ശ്രീനിവാസൻ യാത്രയായി. ജീവിത വഴിയിൽ എന്നും താങ്ങും തണലുമായിരുന്ന ഭാര്യ വിമല പ്രിയതമന് അന്ത്യയാത്രാമൊഴി നൽകിയത് ചുറ്റുമുള്ളവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. നിറമിഴികളോടെ മക്കളായ വിനീതും ധ്യാനും കൊച്ചുമകനും. മുഷ്ടി ചുരുട്ടി ധ്യാനിന്റെ അന്ത്യാഭിവാദ്യം. വിനീതാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ഇന്നും വസതിയായ പാലാഴിയിലേക്കെത്തിയത് ആയിരക്കണക്കിനു പേർ. ഇടത്തരക്കാരന്റെ വിഹ്വലതകൾ അവതരിപ്പിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി മടക്കം. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും പങ്ക് വിവരിച്ച് SITയുടെ റിമാൻഡ് റിപ്പോർട്ട്. പ്രതികളിൽ നിന്ന് സ്വർണം കണ്ടെടുത്തെന്നും കുറ്റം മറയ്ക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ടെന്നുമാണ് റിപ്പോർട്ട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ കേസിൽ ഉടൻ ചോദ്യം ചെയ്യും. അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലും കൃത്യം മറയ്ക്കുന്നതിലും പങ്കുണ്ടെന്നാണ് SIT കണ്ടെത്തൽ.
2 പേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിലയിരുത്തൽ. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും 470 ഗ്രാം സ്വർണവും കണ്ടെത്തി. സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകി. സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊള്ളയടിച്ച സ്വർണം ആർക്കൊക്കെ കൈമാറിയെന്നതിൽ വ്യക്തതയുണ്ടാക്കാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് SIT അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമല വിമാനത്താവള പദ്ധതിയിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതിന്റെ സാഹചര്യം എന്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഭൂമിയുടെ ആവശ്യം സർക്കാരിന് ശാസ്ത്രീയമായി തെളിയിക്കാനായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ വിജ്ഞാപനമിറക്കിയത്. എന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഭാവി വികസനം മുന്നിൽ കണ്ടാണ് 2570 ഏക്കർ ഭൂമി കണക്കാക്കിയത് എന്ന സർക്കാർ വാദവും കോടതി തള്ളി. എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങളെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സാമൂഹികാഘാത പഠനത്തിലും കാര്യമായ ഗൗരവം പുലർത്തിയില്ല. ഭൂമിയുടെ കൃത്യമായ അളവ് നിർണ്ണയിക്കാൻ പുതിയ സോഷ്യൽ ആഘാത പഠനം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ച റെയിൽവേ. 215 കിലോമീറ്ററുകൾക്ക് മുകളിലുള്ള യാത്രകളുടെ നിരക്കാണ് കൂട്ടിയത്. വർധന ഈ മാസം 26 മുതൽ പ്രാബല്യത്തിൽ വരും. ബജറ്റിന് ആഴ്ചകൾക്ക് മുൻപ് നിരക്ക് വർദ്ധിപ്പിച്ചത് അസംബന്ധമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര. പ്രതിവർഷ വരുമാനം 600 കോടി രൂപയാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ടിക്കറ്റ് വർധന നടപ്പിലാക്കുന്നുവെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പുതുക്കിയ നിരക്കുകൾ പ്രകാരം നോൺ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന യാത്രക്കാർ 10 രൂപ അധികമായി നൽകേണ്ടി വരും. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്കാണ് വർധന. ഓർഡിനറി ക്ലാസുകളിലെ യാത്രാ നിരക്ക് 1 പൈസയായി വർദ്ധിപ്പിച്ചു. AC ക്ലാസുകളിലെ ടിക്കറ്റ് വർധന 2 പൈസ. 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് നിരക്ക് വർധനവുണ്ടാകില്ല. ഈ മാസം 26 മുതൽ റെയിൽവേ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും. ലോക്കൽ ട്രെയിൻ യാത്രയ്ക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ദീർഘദൂര യാത്രകൾക്കായിരിക്കും കൂടുതൽ ചിലവ് വരിക. വർഷങ്ങളായി ഇൻപുട്ട് ചിലവ് വർദ്ധിപ്പിച്ചിട്ടും 2018 മുതൽ ചരക്ക് നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ലെന്ന് റെയിൽവേ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി. പാലക്കാട് കാഞ്ഞിരപ്പുഴ വാക്കോടിൽ കൂട്ടിലായ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. കാസർഗോഡ് ഇരണിയിൽ പുലിയും പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവയും ഇറങ്ങിയതിന്റെ ആശങ്കയിലാണ് ജനം. ശബരിമല മരക്കൂട്ടം യൂട്ടേൺ ഭാഗത്തും കാട്ടാനി ഇറങ്ങി. പാലക്കാട് വാക്കോട് മേഖലയിൽ കാലങ്ങളായി ഭീതി പടർത്തിയ പുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഇന്നു പുലർച്ചെ ശിരുവാണി കേരളമേട് കാട്ടിൽ തുറന്നുവിട്ട 4 വയസ്സുള്ള പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വരും ദിവസങ്ങളിലും വനം വകുപ്പ് നിരീക്ഷണം തുടരും. കാസർഗോഡ് ഇരണിയിൽ പുലിയിറങ്ങിയതിലെ ആശങ്കയിലാണ് ജനം. ഇന്നലെ രാത്രി കുണിയേരി വെള്ളാട് സ്വദേശി നാരായണന്റെ വീട്ടിൽ വളർത്തുനായയെ പുലി ആക്രമിച്ചു. മുളിയാർ റിസർവ്ഡ് വനമേഖലയിൽ നിന്നാണ് പുലിയെത്തിയത്. വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാലുടൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവ ആടിനെ കടിച്ചുകൊന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇന്ന് രാവിലെ 12 മണിക്കാണ് ഫാമിന്റെ തൊട്ട് താഴെ നമ്മൾ ആടിനെ തീറ്റിക്കാൻ ഇറക്കിയപ്പോൾ കടുവയുടെ ആക്രമണത്താൽ ഒരു ആട് നഷ്ടപ്പെട്ടത്. വനപാലകരും ഗവൺമെന്റും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും നടപടികൾ എത്രയും വേഗം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ശബരിമല മരക്കൂട്ടം യൂട്ടേൺ ഭാഗത്ത് കാട്ടാന ഇറങ്ങി. സംരക്ഷണ വേലി തകർത്തു. വനം വകുപ്പും പോലീസും ചേർന്ന് ആനയെ വിരട്ടി കാട്ടിലേക്ക് തിരിച്ചയച്ചു. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യം നാളെയും തുടരും. ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ആന നിലവിൽ വനാതിർത്തിയുടെ 1.5 കിലോമീറ്റർ അകലെയെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 6, 7, 9, 11 വാർഡുകളിൽ
കണ്ണൂർ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വയനാട് ദേവർഗതയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. കൂമന്മാരൻ കൊല്ലപ്പെട്ട പ്രദേശത്തിന്റെ അടുത്താണ് നാട്ടുകാർ കടുവയെ കണ്ടത്. കടുവയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂമന്മാരന്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 6 ലക്ഷം രൂപ കൈമാറി. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് കൂമന്മാരൻ കൊല്ലപ്പെട്ട പ്രദേശത്തിന് സമീപത്ത് കടുവയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കടുവയെ കണ്ടു. പടക്കം പൊട്ടിച്ച് കടുവയെ കാട്ടിലേക്ക് തുരത്തി. കടുവയ്ക്ക് കാലിൽ പരിക്കുണ്ട്. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. വനാതിർത്തിയിൽ പട്രോളിംഗ് ശക്തമാക്കും. കർണാടക വനമേഖലയിൽ നിന്നുള്ള കടുവയാണെന്നാണ് സംശയം. പ്രദേശത്ത് കർണാടക ഫോറസ്റ്റോട് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ കടുവയെ കണ്ടിട്ടുള്ളത്. അവിടെ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ ആളുകൾ കണ്ട് സ്ഥിരീകരിച്ചിട്ടൊരു കാര്യമാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ വനംവകുപ്പ് ഇടപെട്ടുകൊണ്ട് കൂട് വെച്ച് ഒപ്പം തന്നെ ക്യാമറയും വെച്ച് ഇതിന്റെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഉടനടി നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമന്മാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ധനസഹായമായ 10 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപ കുടുംബത്തിന് ആദ്യ ഗഡു കൈമാറി. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ആയതിനാലാണ് സ്ഥലത്തെത്താത്തതെന്നും 2 ദിവസത്തിനകം ഉന്നതി സന്ദർശിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. പ്രദേശവാസികൾ ജാഗ്രത തുടരണമെന്നാണ് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 വയനാട്. വെൽക്കം ബാക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർമാർ. കോർപ്പറേഷന്റെ ആദ്യ കൗൺസിൽ യോഗത്തിന് മുൻപ് BJP പ്രവർത്തകർ ഗണഗീതം പാടി. കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ച BJPയിൽ മേയർ, ഡെപ്യൂട്ടി മേയർ ആരാകുമെന്ന ആകാംക്ഷ തുടരുകയാണ്. നന്ദൻകോട് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം UDFന്റെ KR ക്ലീറ്റസിന് ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നാലെ KR ക്ലീറ്റസ് ബാക്കി 99 കൗൺസിലർമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 50 വാർഡുകൾ വിജയിച്ച് കോർപ്പറേഷൻ ഭരണമുറപ്പിച്ച NDAയിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന VV രാജേഷും R ശ്രീലേഖയും കരമന അജിത്തും സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സംസ്കൃതത്തിലായിരുന്നു കരമന അജിത്തിന്റെ സത്യപ്രതിജ്ഞ. 29 സീറ്റോടെ പ്രതിപക്ഷത്തായ LDF കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 19 സീറ്റുകളോടെ നില മെച്ചപ്പെടുത്തിയ UDF കൗൺസിലർമാർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അഡ്വക്കേറ്റ് K. ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യ കൗൺസിൽ യോഗം ചേരുന്നതിന് മുൻപ് BJP പ്രവർത്തകർ ഗണഗീതം പാടി. സംസ്ഥാനത്ത് പലയിടങ്ങളിലും CPIM കോൺഗ്രസ് ബാന്ധവമെന്നും തിരുവനന്തപുരത്ത് ചർച്ചകളിലൂടെ മേയറെ തീരുമാനിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP അധികാരത്തിലെത്തുന്നത് കോൺഗ്രസിന്റെ സഹായത്തോടെയെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SP ദീപക് പറഞ്ഞു. ക്രിയാത്മക പ്രതിപക്ഷമായി UDF പ്രവർത്തിക്കുമെന്ന് K. ശബരിനാഥൻ പറഞ്ഞു. സ്വതന്ത്രരായി വിജയിച്ച പാട്ടൂർ രാധാകൃഷ്ണനും സുധീഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. സ്ഥാനാർത്ഥി മരിച്ചതിനാൽ വിഴിഞ്ഞം വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 10-ന് ത്രിതല പഞ്ചായത്ത് നഗരസഭാ അംഗങ്ങളും 11:30-ക്ക് കോർപ്പറേഷൻ കൗൺസിലർമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണസമിതികളുടെ ആദ്യ യോഗവും ചേർന്നു. മിക്കയിടത്തും വൻ ആഹ്ലാദ പ്രകടനത്തോടെയാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AK ഹഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പലയിടത്തും UDF അംഗങ്ങൾ ഭരണഘടനയേന്തി സത്യപ്രതിജ്ഞ ചെയ്തു. അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരും സത്യവാചകത്തിന് ശേഷം ശരണം വിളിച്ചവരുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അംഗം കരമന അജിത്തിന്റെ സത്യപ്രതിജ്ഞ സംസ്കൃതത്തിലായിരുന്നു. തിരുവനന്തപുരം മഹാനഗരപാലികായാः സദസ്യത്വേന നിർവാചിതാः കരമന അജിത്
കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിൽ സ്വതന്ത്രനെ പിന്തുണച്ച് കോൺഗ്രസും BJPയും മുദ്രാവാക്യം വിളിച്ചത് കൗതുകമായി. CPIM വിമതനായി മത്സരിച്ച മുൻ ലോക്കൽ സെക്രട്ടറി രത്തൻകുമാറിനായാണ് മുദ്രാവാക്യം. രത്തൻകുമാർ മത്സരിച്ച വാർഡിൽ കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ആദ്യ ഭരണസമിതി യോഗം. മേയർ, നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരെന്ന് ശനിയാഴ്ച അറിയാം. സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സരിത പ്രഭാകരൻ എന്ന അംഗം കുഴഞ്ഞു വീണു. ആലപ്പുഴ കണ്ടല്ലൂർ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ CPIM പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ടല്ലൂർ സ്വദേശി മനോഹരൻ പിള്ളയാണ് മരിച്ചത്. 24 കൊച്ചി. പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടം കൗൺസിലർമാർ UDFനൊപ്പം നിൽക്കണമെന്ന് ജനസഭയിൽ ഭൂരിപക്ഷ അഭിപ്രായം. നിലപാട് മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇരുമുന്നണികളുമായും ചർച്ച നടത്താനും തീരുമാനമായി. ദിയാ ബിനുവിനെ നഗരസഭ അധ്യക്ഷയാക്കണമെന്നും ജനസഭയിൽ ആവശ്യമുയർന്നു. വോട്ട് ചെയ്തവരുടെ മനസ്സുകൂടി അറിഞ്ഞ് തീരുമാനമെടുക്കാനാണ് പുളിക്കകണ്ടം കൗൺസിലർമാർ തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് ജനസഭ വിളിച്ചു ചേർത്തത്. ജനസഭയിൽ സംസാരിച്ചവരിൽ ഭൂരിഭാഗം പേരും UDFനൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ LDFനൊപ്പം നിൽക്കണമെന്ന ആവശ്യവും ചിലർ ഉന്നയിച്ചു. ആദ്യം UDFനോടും പിന്നീട് LDFനോടും ചർച്ച നടത്താനാണ് തീരുമാനം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അർഹമായ അംഗീകാരം ലഭിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആ വാർഡ് ജനസഭയിൽ എല്ലാ ആളുകളും സഹകരിച്ചു, അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ അവരുടെ ഒരു മനസ്സും കൂടെ അറിഞ്ഞതിന് ശേഷം മുന്നണികളുമായി ചർച്ച നടത്തി 23-ാം തീയതി തീരുമാനം പ്രഖ്യാപിക്കും. ദിയാ ബിനുവിനെ നഗരസഭാ അധ്യക്ഷയാക്കണമെന്ന ആവശ്യവും ജനസഭ മുന്നോട്ടുവച്ചു. കൂടാതെ വൈസ് ചെയർമാൻ സ്ഥാനമടക്കം ആവശ്യപ്പെടണമെന്നും തീരുമാനമുണ്ടായി. 13, 14, 15 വാർഡുകളിലെ വോട്ടർമാരാണ് ജനസഭയ്ക്കെത്തിയത്. 24 കോട്ടയം. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയിൽ വൻ വർധന. ഇലക്ട്രൽ ട്രസ്റ്റുകൾക്ക് വഴി ഈ സാമ്പത്തിക വർഷം പാർട്ടികൾക്ക് ലഭിച്ചത് 3811 കോടി രൂപയാണ്. BJPക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത്. ഇലക്ടറൽ ബോണ്ടുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതിന് ശേഷമാണ് ഇലക്ടറൽ ട്രസ്റ്റുകൾ വഴിയുള്ള വരുമാന വർധനവ്. ഈ സാമ്പത്തിക വർഷം മാത്രം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത് 3811 കോടി രൂപ സംഭാവന. മുൻ വർഷത്തെ അപേക്ഷിച്ച് 200% കൂടുതൽ. ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് BJPക്ക് 3112 കോടി രൂപ, അതായത് ആകെ തുകയുടെ 80%. കോൺഗ്രസിന് ലഭിച്ചത് 299 കോടി രൂപ. മറ്റ് പാർട്ടികൾക്കെല്ലാം ചേർന്ന് 400 കോടി രൂപയും ഇലക്ടറൽ ട്രസ്റ്റുകൾ വഴി സംഭാവന ലഭിച്ചു. പ്രുഡന്റ് ഇലക്ടറൽ ട്രസ്റ്റ് വഴിയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത്, ഏതാണ്ട് 2180 കോടി രൂപ. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേടിനെ തുടർന്ന് വിവാദത്തിലായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവരിൽ പെടുന്നു. ഭാരതി എയർടെൽ, ജിൻഡാൽ സ്റ്റീൽ, സിറം ഇന്ത്യ, വേദാന്ത ITC തുടങ്ങിയ കമ്പനികളും വൻതുക സംഭാവന നൽകിയിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള സംഭാവനകൾ കൂടി കണക്ക് കൂട്ടിയാൽ പാർട്ടികളുടെ വരുമാനം ഇനിയും വർദ്ധിക്കും. ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതി 2024 ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത്. 24 ഡൽഹി. വെൽക്കം ബാക്ക്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്രം കൊണ്ടുവന്ന VBG റാംജി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇതോടെ ബില്ല് നിയമമായി മാറി. കഴിഞ്ഞയാഴ്ചയാണ് ബില്ല് പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചത്. ബില്ല് അവതരണത്തിനിടെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണമെന്നതാണ് പുതിയ നിയമത്തിലെ പ്രധാന വ്യവസ്ഥ. അനധികൃത കയ്യേറ്റത്തിന്റെ പേരിൽ ഡൽഹിയിൽ വീണ്ടും കുടിയൊഴിപ്പിക്കൽ. 300-ലധികം കുടുംബങ്ങളെയാണ് ഓഖ്ലയിലെ ആലിഗാവിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. മുൻകൂർ നോട്ടീസ് നൽകാതെയാണ് നടപടിയെന്നാണ് കുടുംബങ്ങളുടെ ആക്ഷേപം. ആലിഗാവിലെ മസ്ജിദ് കോളനി നിവാസികൾക്കെതിരെയാണ് ഉത്തർപ്രദേശ് ജലസേചന വകുപ്പിന്റെ നടപടി. ഡൽഹി പോലീസിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും അകമ്പടിയോടെ എത്തിയ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകൾ സീൽ ചെയ്തു. വീട്ടുസാധനങ്ങൾ മാറ്റാനോ മറ്റൊരു താമസ കേന്ദ്രം കണ്ടെത്താനുള്ള സാവകാശമോ നിവാസികൾക്ക് ലഭിച്ചില്ലെന്നാണ് ആരോപണം. മുൻകൂർ നോട്ടീസ് ലഭിച്ചില്ലെന്നും കുടുംബങ്ങൾ. गाड़ पाड़ के ऐसे रह रहे हैं, छोटे छोटे बच्चे हैं, बड़ी परेशानी हो रही है, बुखारों का चढ़ा बच्चों को,
ना खाने को न पीने को है। കുടുംബങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ജലവിതരണവും നിർത്തിവെച്ചു. അനധികൃതമായി കുടിയേറിയതല്ലെന്നും നിയമപരമായ രേഖകൾ കൈവശമുണ്ടെന്നും നിവാസികൾ പറയുന്നു. आधार कार्ड यहाँ के, पैन कार्ड यहाँ के, राशन कार्ड यहाँ के, बिजली के बिल यहाँ के. अब पल्लंग तो है उनकी बाउंड्री, फिर है रोड, फिर है ये लैंड, तो यहाँ कहाँ से आएगी उनकी जमीन? വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാപ്പ് 4 ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ കെട്ടിടങ്ങൾ പൊളിക്കുന്ന നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടില്ല. വയോധികർ, ഗർഭിണികൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള 300ഓളം പേരാണ് കുടിയൊഴിപ്പിക്കലോടെ വഴിയാധാരമായത്. എങ്ങോട്ട് പോകണമെന്ന് ഇവർക്കറിയില്ല. ആരഭയം നൽകുമെന്നും ഇവർക്കറിയില്ല. ഈ അതികഠിനമായ ശൈത്യകാലത്ത് ദുരവസ്ഥയിലാണ് ഈ ജനത. ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. കോഴിക്കോടിനെ ആവേശത്തിലാഴ്ത്തി ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ്. ISRL ഫൈനലിൽ 36 താരങ്ങളാണ് മാറ്റുരച്ചത്. ബോളിവുഡ് താരം സൽമാൻ ഖാൻ മുഖ്യാതിഥിയായിരുന്നു. റേസിംഗ് ബൈക്കുകളുടെ ഇരമ്പലിന് കാതോർത്ത കായിക പ്രേമികൾക്ക് മനം നിറയ്ക്കുന്ന കാഴ്ച. 450cc ഇന്റർനാഷണൽ, 250cc ഇന്റർനാഷണൽ, 250cc ഇന്ത്യ ഏഷ്യ മിക്സ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 36 ദേശീയ അന്തർദേശീയ താരങ്ങൾ അണിനിരുന്ന 6 ഫ്രാഞ്ചൈസി ടീമുകളാണ് ബൈക്ക് റേസിൽ മാറ്റുരച്ചത്. ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കി ബോളിവുഡ് താരം സൽമാൻ ഖാനും എത്തി. .450cc ഇന്റർനാഷണൽ മത്സരത്തിൽ ബിഗ് റോക്ക് മോട്ടോർ സ്പോർട്സിന്റെ ഓസ്ട്രേലിയൻ താരം മാറ്റ്മോസ് ചാമ്പ്യനായി. ഫ്രഞ്ച് താരം കെൽവിൻ ഫോൺവിയേലിയാണ് 250cc ഇന്റർനാഷണലിലെ വിജയി. 30,000-ത്തിലധികം കാണികളാണ് സ്റ്റേഡിയത്തിൽ എത്തിയത്. ടിക്കറ്റ് എടുത്ത നിരവധി പേർക്ക് പ്രവേശനം നിഷേധിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.